ഹായ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പാറക്കുട്ടിക്ക് അവളുടെ സ്കൂളിൽ നിന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നേരത്തെ എഴുന്നേറ്റ് അവൾ കേട്ടോ. അപ്പോൾ ഇന്ന് അതിന് പോകണം അവൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ നേരത്തെ എഴുന്നേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ കിടന്നത്. അങ്ങനെ നേരത്തെ എഴുന്നേറ്റൊക്കെ വന്ന് അപ്പോൾ ഞാൻ കർട്ടനൊക്കെ നീക്കിയിട്ട് അവൾക്ക് സ്കൂളിൽ ഡ്രസ് തീം എന്ന് പറഞ്ഞാൽ വൈറ്റും റെഡും ഗ്രീനും അതിലേതെങ്കിലും ഡ്രസ്സ് ഇടാനാണ് മിസ്സ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പാറക്കുട്ടിയുടെ കയ്യിൽ ഇപ്പം ഇന്ന് അപ്പെട്ടത് ഗ്രീൻ ആട്ടെ നിന്ന് അവൾ പോകുമ്പോൾ. അങ്ങനെ അവൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് അയൺ ചെയ്യാൻ അവൾ നിന്നു. അപ്പം ഞാൻ പിന്നെ നേരെ എൻ്റെ കലാപരിപാടികളായ കിച്ചണിലോട്ട് കയറി. അവിടെ നന്നായി ഇഡ്ഡലിയും ദോശയും, എനിക്ക് ഇഡ്ഡലിയും പിള്ളേർക്ക് ദോശയും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലി മാവ് ചിലപ്പോൾ പൊങ്ങത്തില്ല കേട്ടോ. മാവ് ഞാൻ എന്താ വെച്ചാൽ 10 മണി 10:30 ചിലപ്പോൾ ആട്ടി വെക്കുക. അപ്പോൾ ആ സമയമാകുമ്പോൾ അത് അത്രയും നേരം വഴുകി ആട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ പൊങ്ങില്ല. അപ്പോൾ ഞാൻ ചൂടുവെള്ളം തിളച്ചിട്ട് അതിൻ്റെ മേലെ ഈ മാവ് വെച്ചിട്ട് അതിൻ്റെ മേലെ തുണി വിരിച്ചിട്ടാണ് വെക്കാറ്. മാവ് സ്ഥിരം അങ്ങനെ തന്നെ വെക്കാറ്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്ന് എനിക്ക് പത്തിരിപ്പൊടി തോന്നിയിട്ട് ഒത്തിരി ദിവസമായി. അപ്പോൾ പത്തിരിപ്പൊടി പൊടിക്കും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ കടയിലോട്ട് പോണ സമയത്താണ് പൊടിക്കാൻ വേണ്ടിയിട്ട് മില്ലിലൂടെ മില്ലിൽ കൊടുത്താൽ അത് പൊടിച്ചോടെ വെക്കും. പിന്നെ മോൻ പോയി എടുത്ത് ചെയ്യാം. അങ്ങനെ അതിൻ്റെ അരി കഴുകി അതൊക്കെ വെള്ളമൊക്കെ മാറ്റിയിട്ട് തുണിയിൽ വിരിച്ചിട്ട് ഹോളിലിട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സാമ്പാർ പരിപാടിയിലേക്ക് ഇറങ്ങണം. തട്ടിക്കൂട്ട് സാമ്പാർ, അതായത് കിഴങ്ങ്, ഉള്ളി, തക്കാളി, ഒരു ക്യാരറ്റ് അത്രയ്ക്ക് സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ അതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർക്ക് സാമ്പാർ വേണം, അത് അല്ലെങ്കിൽ പഞ്ചസാര എടുത്ത് കഴിക്കും അവർ. അങ്ങനെ അതൊരു ഭാഗത്താക്കി വെച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ചിരട്ടയിൽ ഒഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ചിരട്ടയിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചിരട്ട കഴിഞ്ഞ ദിവസം കഴുകി ക്ലീനാക്കിയിട്ട് അതിൽ കുറച്ച് മെഴുക്കൊക്കെ തേച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ മാവ് ഒഴിച്ചിട്ടോ. അങ്ങനെ അതിൽ മാവൊക്കെ ഒഴിച്ചിട്ട് വേവാൻ വേണ്ടി വെച്ചു. പിന്നെ ദേ പാറക്കുട്ടി അവിടുന്ന് അവളുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ആളവിടുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നൊരു വെറൈറ്റി ഹെയർ സ്റ്റൈൽ കെട്ടി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവളെന്തൊക്കെയോ ഒരു ഹെയർ സ്റ്റൈൽ പറയുന്നുണ്ട്, അതേമാതിരി ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ ചെയ്ത് തന്നേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരി അവിടുന്ന് അവളുടേതായ ഇതൊക്കെ ജോലികളെല്ലാം ചെയ്ത് ഇപ്പം ഞാൻ കിച്ചണിലോട്ട് പോയപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ആയിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ചൂടുണ്ട്. അപ്പം തണുത്തതിന് ശേഷം അത് എടുക്കാമെന്ന് ചോദിച്ചു പുറത്തോട്ട്. പിന്നെ അതേ പാറക്കുട്ടിക്കുള്ള ദോശ ഉണ്ടാക്കി, നല്ല നെയ്യ് ഒഴിച്ചിട്ടുള്ള മുരിഞ്ഞ ദോശ, അതും സാമ്പാറും അവൾക്ക് കഴിക്കാൻ കൊടുത്ത്. അങ്ങനെ ഇഡ്ഡലിയുടെ ചൂടാറിയപ്പോൾ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, വെന്തിട്ടൊക്കെ ഉണ്ട് അടിയിലോട്ട്. പക്ഷേ മറ്റേത് ഒരെണ്ണം കുളമായിപ്പോയി. അതെന്താ വെച്ചാൽ വെന്തിട്ടില്ല, അടിയിലേക്ക് കറക്റ്റ് വേവായിട്ടില്ല, വേവാത്ത മതിലുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടാമത് ഞാൻ അടുക്കി വെച്ചിട്ട് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ അത് പാറക്കുട്ടി ദോശക്കൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും ചായ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് റെഡി ആയിട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പാറക്കുട്ടിയുടെ മുടിയിലേക്ക് കൊടുത്ത് പിന്നെ അവളെ നേരെ സ്കൂളിൽ വിട്ടിട്ട്